എൻ്റെ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഗൾഫ് കാണും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹ് എനിക്കത് പൂർത്തിയാക്കി തന്നു. ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമായിരുന്നു ഗൾഫ് എന്നുള്ളത്. കാരണം ആരെന്നെ കൊണ്ടുപോകും, എൻ്റെ മക്കളെ കൊണ്ടുപോകും എന്നൊക്കെ കുറേ ആലോചിച്ച് ഒക്കെ സങ്കടപ്പെട്ടിരുന്നൊരു കാലമുണ്ട്. മക്കൾ ഗൾഫിൽ, അതായത് ഗൾഫുകാരുടെ വീട്ടിൽ പണിക്ക് പോകും, ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ഗൾഫ് മിഠായിയൊക്കെ കിട്ടുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് ഗൾഫിൽ പോകും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നൊരു കാലമുണ്ട്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മറികടന്ന് അള്ളാഹ് എന്നെയും എൻ്റെ മക്കളെയും ഒക്കെ ഗൾഫിലെത്തിച്ച് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട് ഞാൻ, ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട്. ജീവിതത്തിൽ ആരെന്നെ കൈപിടിച്ച് നടത്തുമോ എന്നുള്ളത്, അതായത് അങ്ങനെയല്ല, മോശമായ രീതിയിലല്ല കേട്ടോ, അങ്ങനെയൊക്കെ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ കരകയറി എനിക്കൊരു വീട് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കാനൊരു വീട് എങ്ങനെ ഉണ്ടാക്കും, ഈ സാഹചര്യത്തിൽ എനിക്കത് പറ്റില്ലല്ലോ എന്നൊക്കെ ഞാൻ വിഷമിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ വർഷം എനിക്കത് ശരിയായി. എനിക്ക് സ്വന്തമെന്ന് പറയാൻ, എൻ്റെ മക്കൾക്ക് സ്വന്തമെന്ന് പറഞ്ഞ് കയറി കിടക്കാൻ ഒരു വീടായി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് ഞാൻ ഗൾഫിൽ പോകുക എന്നുള്ളത്. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു ഗൾഫ് എന്ന് പറഞ്ഞ സാധനം. ഞാൻ പോകില്ല, കാരണം ഇവിടുത്തെ ചൂട്, AC-ൻ്റെ ഉള്ളിലിരിക്കുക, അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം അള്ളാഹ് എനിക്കത് സാധിച്ചു തന്നു. ഇഷ്ടമുള്ള കാര്യവും അള്ളാഹ് സാധിച്ചു തന്നു. ഞാൻ വളരെ ഹാപ്പിയിലാണ് ഇപ്പോൾ. ഇനി എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് വേറൊന്നും ചിന്തിക്കാനില്ല. ഇനി എൻ്റെ മകന് ഒരു വീടും കൂടി വേണം എന്നൊരു ആഗ്രഹവും ഉണ്ട്. ഇപ്പം ഞാൻ താമസിക്കുന്ന വീട് എൻ്റെ മോൾക്ക് താമസിക്കാം. അതുപോലെ ഇനി എൻ്റെ മോനും കൂടി ഒരു വീട്, അവൻ്റെ ഫാമിലിയായിട്ട് അവന് താമസിക്കാം. ഒരു വീട് വേണം. ഇനിയുള്ള എൻ്റെ ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഗൾഫ് കാണാൻ പറ്റി. എൻ്റെ മരുമോൻ എന്നെ എല്ലാ സ്ഥലവും കൊണ്ട് കാണിക്കുന്നുണ്ട്. ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ, അവൻ്റെ അടുത്ത് വരെ പോയി, കണ്ടില്ല, കാണണം, ടിക്കറ്റ് എടുത്ത് കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെൻ്റെ മോള് കാരണമാണ്, മോള് നിമിത്തമാണല്ലോ എൻ്റെ മരുമോനെ കിട്ടിയതും മരുമോൻ എന്നെ ഇവിടെ എത്തിച്ചതും. അള്ളയാണ്. അള്ളാനെ വിശ്വസിച്ചൊരൊറ്റ ഇതും കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കാത്തതെല്ലാം എനിക്ക് നടന്നു, ആഗ്രഹിച്ചതും നടന്നു.